അങ്ങനെ ആ ടൈം വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് പോകാനുള്ള ടൈമായി തിരിച്ച്. പപ്പയും മമ്മയും എനിക്ക് കൊണ്ടുപോകാനുള്ള ചിപ്സൊക്കെ എടുത്ത് റെഡിയാക്കുക. എനിക്ക് ടോട്ടൽ 53 കിലോ കൊണ്ടുപോവേ. എത്ര അങ്ങോട്ട് ഗുണിച്ചിട്ട് ഹരിച്ചിട്ട് വെയിറ്റ് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാനെല്ലാം ഒരു കവറിലാക്കി ഒന്ന് വെയിറ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ട് പെട്ടിയിലാക്കുമ്പോൾ കറക്റ്റിന് അറിയാമല്ലോ, ഓൾറെഡി കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കിന് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനില്ല. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഷാർങ്ങക്കാവ് ഗ്രൗണ്ടിൽ വെള്ളമൊക്കെ ഇങ്ങനെ നോക്കാൻ പോയതാണേ. ബിക്കോസ് വെള്ളം കയറി എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് മമ്മി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് ഞാനാണെങ്കിൽ പപ്പയുടെ മമ്മിയുടെ വക ഓരോ വായും കഴിച്ച് അങ്ങ് ഇറങ്ങാൻ പോവാം. ഇനി ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കാൻ 2 കൊല്ലം കാത്തിരിക്കണമെന്നേ. എനിക്ക് പോകാൻ സത്യം പറഞ്ഞാൽ മനസ്സില്ല കേട്ടോ. ഒരു പണി എടുക്കണ്ട, രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ലഞ്ച് റെഡി, ഡിന്നർ റെഡി. ആഹാ, എന്താണെന്നല്ല സുഖം. എനിക്ക് 6 ആഴ്ചയായിരുന്നു വെക്കേഷൻ. 6 ആഴ്ച ദാന്ന് പറഞ്ഞു പോയി. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല, പെട്ടെന്നായിരുന്നു. ഞാനാണെങ്കിൽ ചെങ്ങന്നൂർ തിരുവല്ല വഴി പോകാനിരുന്ന ആളാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല. ആ വഴി വെള്ളപ്പൊക്കമായത്. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വേദന. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് പോകും. പിന്നെ ഈ നാട്ടിലെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കളഞ്ഞിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ ഉള്ളിൽ. പക്ഷെ പോയാലേ പറ്റുള്ളൂ. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. പപ്പയും മമ്മിയും കരയുമെന്ന് ഞാൻ കരുതിയേ, പക്ഷെ എൻ്റെ ബ്രദർ പോയപ്പോൾ ഒരു കരഞ്ഞു കേട്ടോ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് വെളുപ്പിന് 4 മണിക്കായിരുന്നേ. ദുബായ് വഴിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ദുബായിലെത്തി. അവിടെ ഒന്ന് നിൽക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു. 1 മണിക്കൂറുള്ളായിരുന്നു എൻ്റെ ലേ ഓവർ. അവിടെ ഗേറ്റിലേക്ക് ഞാൻ ഓടുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവരുടെ ഗേറ്റ് അങ്ങ് കുറേ ദൂരത്തായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ദുബായ് വഴി ഞാൻ അമേരിക്കയിലെത്തിയത്. ദുബായിൽ നിന്ന് അമേരിക്കയിലോട്ട് പോകുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റിലാണേ. അങ്ങനെ ഞാൻ US എത്തി ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാവേ. ബൈ.